ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്ത. ഇന്ന് പത്രങ്ങളൊക്കെ ലീഡ് വാർത്തയാക്കി തന്നിരിക്കുന്നത് ഒരൊറ്റ പ്രമേയമാണ്. അത് നിങ്ങൾക്കൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയുന്നതുമാതിരി തന്നെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിച്ച കാര്യമാണ്. കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർക്ക് 10 വർഷത്തിലൊരിക്കൽ ശമ്പളം വർദ്ധിപ്പിക്കാറുണ്ട്. കേരളത്തിലാകട്ടെ അത് 5 വർഷത്തിലൊരിക്കലാണ്. ആ കാര്യത്തെക്കുറിച്ച് തർക്കം കേരളത്തിൽ നടക്കുന്നു. ഏതായാലും 10 വർഷത്തിലൊരിക്കൽ ശമ്പള വർധനവ് നടത്തുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പള വർധനവ് ഇത്തവണ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അത് ക്യാബിനറ്റ് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. നരേന്ദ്രമോദി 3-ാം വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് ജീവനക്കാരുടെ പിന്തുണ നേടിയെടുക്കുക എന്ന ലക്ഷ്യം, അതൊരു രാഷ്ട്രീയമാണ് ഇതിന് പിന്നിലുണ്ടാകാം. UP അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സർക്കാരിനെ കാത്തിരിക്കുന്ന സമയത്ത് ഈ ദൃശ്യ നടപടികൾ ഒരുപക്ഷെ സർക്കാരിന് കൂടുതൽ പ്രതീക്ഷയോടെ തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് അഥവാ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് സഞ്ചരിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യാം. വലിയ വലിയ വാർത്തകളാണ് ഇതുമായി ബന്ധിപ്പിച്ച് വന്നിരിക്കുന്നത്. 1 കോടി ജീവനക്കാരാണുള്ളത്. ജീവനക്കാർ 1 കോടിയില്ല. അതിൽ പകുതിയിലധികവും പെൻഷൻകാരാണ്. 55 ലക്ഷം പെൻഷൻകാർ, 45 ലക്ഷം ജീവനക്കാർ, ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവനക്കാർ. അതിൽ തന്നെ ഈ ജീവനക്കാരിൽ തന്നെ 14 ലക്ഷം സൈനികരുമാണ്. അങ്ങനെ 14 ലക്ഷം സൈനികരടക്കം 55 ലക്ഷം പെൻഷൻകാരടക്കം 1 കോടി ആൾക്കാർക്ക് നേട്ടമുണ്ടാവുന്നതാണ് ഈ 7ാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ട്. അത് ഏതൊക്കെ നിലവാരത്തിലാണ് വർധനവുണ്ടാക്കിയിരിക്കുന്നത്, അതിൻ്റെ വിശദാംശങ്ങൾ എന്ത്, എല്ലാ പത്രങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മലയാള മനോരമയുടെ ലീഡ് കാണാം. കേന്ദ്ര ജീവനക്കാർക്ക് ശമ്പള വർധന 23.5%. അതായത് ഇപ്പോൾ ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ 1/4 വർദ്ധിച്ചിരിക്കുന്നു എന്ന് തോന്നുമാറാണ് അതേ സംബന്ധിച്ച വാർത്ത നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 23.5% വർധനവാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് മലയാള മനോരമ പറയുന്നു. 2016 ജനുവരി 1 മുതൽ ഈ ശമ്പള വർധനവിന് പ്രാബല്യമുണ്ടാകും. അതായത് 6 മാസം മുമ്പുള്ള പ്രാബല്യം. ആ പ്രാബല്യത്തിലൂടെ ലഭിക്കുന്ന കുടിശ്ശികയുണ്ടല്ലോ, ആ കുടിശ്ശിക ഉടൻ തന്നെ ഒറ്റ തവണയായി നൽകുകയും ചെയ്യും. കേൾക്കാൻ നല്ല ഇമ്പമുള്ള കാര്യങ്ങളാണ്. അതല്ല, കുറഞ്ഞ ശമ്പളം 18,000 രൂപയാണ്. ഇപ്പോഴത് 7,000 രൂപയാണ്. അത് 18,000 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ക്ലാസ് 1കാർക്ക് തുടക്കം 56,100 രൂപയാണ്. അതായത് ഒരു MP-യേക്കാൾ വലിയ ശമ്പളം. VV ബിനു ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് കാണുക. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 23.5% വേതന വർധനവിനുള്ള 7ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ശുപാർശകൾ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചു. 2016 ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ വർധന നടപ്പാക്കും. ശമ്പള പെൻഷൻ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുമെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അറിയിച്ചു. രാജ്യത്തെ 47 ലക്ഷം കേന്ദ്ര ജീവനക്കാർക്കും 53 ലക്ഷം കേന്ദ്ര പെൻഷൻകാർക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കുകയും ചെയ്യും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഈ നിലവാരത്തിൽ ശമ്പള വർധനവ് നടത്തുന്നതിന് സർക്കാരിന് എന്ത് പുതിയ ചിലവാണ് വരുന്നത്, അതെത്ര വരും? ആ അക്കവും വലിയ അക്കമാണ് കാണുക. 1.02 ലക്ഷം കോടി അധിക ബാധ്യത. 1 ലക്ഷം കോടി അധിക ബാധ്യതയാണ് വരാൻ പോകുന്നത്. ശമ്പള കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കുന്നതിലൂടെ കേന്ദ്ര സർക്കാരിന് നടപ്പ് വർഷം 1.02 ലക്ഷം കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. കുടിശ്ശിക ഇനത്തിൽ 12,133 കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ടാകും. ശമ്പള കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കാനായി കേന്ദ്ര ബജറ്റിൽ പ്രത്യേകമായി തുക നീക്കിവെച്ചിരുന്നതിനാൽ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് കേന്ദ്ര ധനമന്ത്രി
അരുൺ ജെയ്റ്റ്ലി വ്യക്തമാക്കി. അത് ഏതായാലും നമ്മുടെ ബജറ്റിൽ വകകൊള്ളിച്ചിരിക്കുന്നത് കൊണ്ട് അധികമായി പണം കണ്ടെത്തേണ്ടി വരില്ല. അതിനുള്ള പണം ആദ്യം തന്നെ നീക്കി വച്ചിരിക്കുന്നു. അങ്ങനെ 1 കോടി ജീവനക്കാർ, 1 കോടി ഉദ്യോഗസ്ഥരും പെൻഷൻകാരും അടങ്ങുന്ന ജനതയ്ക്ക് 1 ലക്ഷം കോടി രൂപയുടെ പുതിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഈ വാർത്ത പറയുന്നു. ഇടത്തരം ജീവനക്കാർക്ക് വലിയ പ്രസക്തി നൽകുന്ന നമ്മുടെ സമ്പദ്ഘടന, നമ്മുടെ രാഷ്ട്രീയ ഘടന, അതുകൊണ്ടാണ് വലിയ വാർത്താ പ്രാധാന്യം ഈ വാർത്ത നേടിയെടുക്കുന്നത്. 24% വർധനവ് എന്നത് വലിയൊരു വർധനവ് തന്നെയാണ്, സമ്മതിക്കണം. പക്ഷേ ജീവനക്കാർ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? 1 കോടി ജീവനക്കാരും പെൻഷൻകാരും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അവർക്ക് 1 ലക്ഷം കോടി രൂപയുടെ സഹായം, വർധനവ് നൽകിയിരിക്കുന്നു. വലിയ വർധനവാണ് ഇത് എന്ന് വൻതോതിൽ ജനങ്ങൾ വിശ്വസിക്കുമെങ്കിൽ അതിനും ചില ഉള്ളുകള്ളികളുണ്ട്, ചില കാണാപ്പുറങ്ങളുണ്ട്. ആ കാണാപ്പുറങ്ങൾ കൂടി പരിശോധിച്ചിട്ട് വേണം. വാരിക്കോരി കൊടുത്തുവോ 3 ഇരട്ടിയാണ് കൂട്ടിയത് എന്നൊക്കെയാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ കാണാപ്പുറങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു സർവീസ് സംഘടനയുടെ നേതാക്കൾ. ആ വാർത്തയും ഇന്ന് ദേശാഭിമാനി നമുക്ക് തരുന്നു, കാണുക. NDA സർക്കാർ ജീവനക്കാരെ വഞ്ചിച്ചു എന്ന് NFPE സംഘടനയാണ്. ആ സംഘടന എന്തുകൊണ്ട് വഞ്ചിച്ചു എന്ന് പറയുന്നു? അത് വിശദമായി തന്നെ അവർ തന്നിരിക്കുന്നു. ദേശാഭിമാനിയുടെ വാർത്ത ഇങ്ങനെയാണ്: ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വേതന പരിഷ്കരണമാണ് നടപ്പാക്കാൻ പോകുന്നത്. 3 ഇരട്ടി വാരിക്കോരി കൊടുക്കുന്നില്ല. പിന്നെ എന്താണ് സംഭവം? ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷാമബത്ത അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിച്ച് വൻ വർധന അനുവദിച്ചതായി തെറ്റിദ്ധാരണ വരുത്തുകയാണ്. യഥാർത്ഥത്തിൽ 14.29% മാത്രമാണ് വർധന. 14.4% വർധനവുള്ളൂ, അല്ലാതെ 24% വർധനവില്ല. 6ാം ശമ്പള കമ്മീഷൻ നടപ്പാക്കിയപ്പോൾ, അതായത് കഴിഞ്ഞ ശമ്പള കമ്മീഷൻ നടപ്പാക്കിയപ്പോൾ 40% വർധന ലഭിച്ചിരുന്നു. യഥാർത്ഥ വില നിലവാരത്തിന് അനുസൃതമായ വേതനമല്ല ലഭിച്ചിരിക്കുന്നത്. നിലവിലുള്ള ഒട്ടേറെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കാനും തീരുമാനിച്ചിരിക്കുകയാണ്. നിലവിലുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് ആ പണവും കൂടി ചേർത്ത് ഇത് കൊടുക്കുമ്പോൾ നിലവിലുള്ള ആനുകൂല്യങ്ങൾ പോകുന്നു. കഴിഞ്ഞ ശമ്പള കമ്മീഷൻ 40% വർധനമാണ് നൽകിയതെങ്കിൽ ഇത് ഫലത്തിൽ 24 അല്ല 14.4% വർധനവ് മാത്രമേ നടപ്പാക്കിയിട്ടുള്ളൂ. കേന്ദ്ര ജീവനക്കാരുടെ പ്രതിഷേധ പ്രകടനം ഇന്ന് തിരുവനന്തപുരത്ത് അതുകൊണ്ട് നടക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥ വസ്തുത എന്ത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് ഈ വർധനവിൻ്റെ ഒരു വശമാണെങ്കിൽ 1 ലക്ഷം കോടി രൂപ പുതിയതായി മാർക്കറ്റിൽ വരും എന്ന് ഉറപ്പായല്ലോ. മാർക്കറ്റിൽ അത് വരുമ്പോൾ, കമ്പോളത്തിൽ അത് എത്തുമ്പോൾ വാങ്ങിക്കൂട്ടലിനായിരിക്കും മുൻതൂക്കം. അതുകൊണ്ട് കമ്പോളത്തിന് ഇത് ആഹ്ലാദകരമായ ഒരു കാര്യമാണ്. 1 കോടി ആളുകൾ 1 ലക്ഷം കോടി രൂപ കമ്പോളത്തിൽ എത്തിക്കുന്ന ഒരു പ്രക്രിയയായി ഈ ശമ്പള വർധനവ് മാറും എന്ന് വ്യക്തം. അങ്ങനെ വരുമ്പോൾ വിലക്കയറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും. വില കയറിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ 1 ലക്ഷം കോടി രൂപ എത്തുന്നത് വഴി ആ വിലക്കയറ്റത്തിനാക്കം കൂടും. അങ്ങനെ വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അന്യഥാ ലാഭമൊന്നുമില്ലാത്ത, ഒരു നേട്ടവുമില്ലാത്ത 1 കോടി കഴിഞ്ഞ സാധാരണക്കാരുണ്ട്. പട്ടിണി പാവങ്ങളായ സാധാരണ ഇന്ത്യക്കാർ, നാട്ടിൻ പുറത്ത് വിസ്മൃതരായി കഴിയുന്ന പാവപ്പെട്ട മനുഷ്യർ, അവർക്കും വിലക്കയറ്റം അനുഭവവേദ്യമാകും. ചുരുക്കത്തിൽ 1 കോടി കഴിഞ്ഞാൽ ബാക്കി പട്ടിണി പാവങ്ങൾക്കൊക്കെ 1 ലക്ഷം കോടി രൂപയുടെ വിലക്കയറ്റം കൂടി അനുഭവിപ്പിക്കുന്ന ഒരു ജനവിരുദ്ധ പദ്ധതിയായി ഇത് മാറും എന്ന യാഥാർത്ഥ്യവും മറുപുറവും കൂടി ഇതുമായി ബന്ധിപ്പിച്ച് നാം കാണേണ്ടതുണ്ട് എന്ന് പത്രലോകം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ദേശാഭിമാനിയാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. മറ്റു പത്രങ്ങളെല്ലാം ഈ വാർത്ത കൊണ്ടാടിയിരിക്കുക മാത്രമാണ്. ഹെൽമറ്റ് ധരിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവന് അപകടകരമായി മാറും. അതുകൊണ്ട് ഹെൽമറ്റ് ധരിക്കുക എന്നത് അത് ഗൗരവതരമായ ഒരു കാര്യമാക്കി മാറ്റി ഹെൽമറ്റ് നിർബന്ധിതമാക്കി, ധരിച്ചില്ലെങ്കിൽ കുറ്റകരമാണ്. അങ്ങനെ കുറ്റകരമായ കൃത്യം ചെയ്യുന്നവർക്ക്
ഫൈനുമുണ്ട്. അതുകൊണ്ട് ഹെൽമറ്റ് ധരിച്ചില്ലെങ്കിൽ പിടിക്കാൻ ചില സൗകര്യങ്ങളുമുണ്ട്. പോലീസാണത് ചെയ്യുന്നത്. ഇനി പോലീസ് മാത്രമല്ല, പെട്രോൾ ബങ്കിലെ പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്നയാളുണ്ടല്ലോ, അയാളും കൂടി ഒരു പോലീസ് വേഷം ധരിക്കാൻ പോകുന്ന വാർത്തയാണ് ഇന്ന് പത്രലോകം തരുന്ന ഒരുപക്ഷെ ഹാസ്യകരമെന്നോ അപഹാസ്യകരമെന്നോ കൗതുകകരമെന്നോ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വാർത്ത മംഗളമെന്ന പത്രം അത് വളരെ പ്രാധാന്യത്തോടെ ഒന്നാം പുറത്ത് തരുന്നു. ഇരുചക്ര വാഹനക്കാർക്ക് ഹെൽമെറ്റ് ഇല്ലെങ്കിൽ പെട്രോളുമില്ല. ഓഗസ്റ്റ് 1 മുതൽ 3 നഗരങ്ങളിൽ ആദ്യഘട്ടം പ്രായോഗികം അല്ലെങ്കിൽ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കും ഈ തീരുമാനമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി. ഹെൽമറ്റ് ഉപയോഗിക്കാതെ ഇരുചക്ര വാഹനങ്ങളിലെത്തുന്നവർക്ക് പെട്രോൾ നൽകരുത് എന്ന് പമ്പുടമകൾക്ക് നിർദ്ദേശവുമായി ഗതാഗത കമ്മീഷണർ ടോമിൻ ജെ തച്ചങ്കരി. ഓഗസ്റ്റ് 1 മുതൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ 3 നഗരങ്ങളിൽ ആദ്യഘട്ടമെന്ന തെരഞ്ഞെടുപ്പ് നിർദ്ദേശം നടപ്പാക്കാനാണ് തീരുമാനം. ഇത് സംബന്ധിച്ച നിർദ്ദേശം പെട്രോൾ പമ്പുടമകൾക്കും ഇന്ധന കമ്പനികൾക്കും നൽകും. നീക്കം വിജയമെന്ന് കണ്ടാൽ സംസ്ഥാനമൊട്ടുക്ക് നടപ്പാക്കാനാണ് സർക്കാർ തീരുമാനം. എന്നാൽ തീരുമാനം പ്രായോഗികമല്ലെങ്കിൽ പുനഃപരിശോധിക്കുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പറയുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ പറഞ്ഞത്, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഹെൽമറ്റ് ധരിക്കുക എന്നത് നിർബന്ധിതമായൊരു കാര്യമാണ്. പക്ഷേ അത് ധരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം പെട്രോൾ പമ്പിലെ പെട്രോൾ അടിക്കുന്ന ആളിന്, ആ ജോലിക്കാരന് കൊടുക്കുക എന്നത് അപഹാസ്യമായൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞതൊക്കെ നടക്കുമോ എന്ന കാര്യം സംശയമാണ്. നടക്കാതിരിക്കാനാണ് കേരളത്തിൽ ഇട. ഇന്ന് നിയമസഭയിൽ സാമ്പത്തിക രംഗത്തെ സംബന്ധിച്ച് ഒരു ധവളപത്രം സാമ്പത്തിക കാര്യം മന്ത്രി അവതരിപ്പിക്കും. ധനകാര്യമന്ത്രി തോമസ് ഐസക് ആ ധവളപത്രം ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന വാർത്ത ദേശാഭിമാനി ഒന്നാം പുറത്ത് തരുന്നു. കട്ടും മുടിച്ചും ദീപാവലി കുളിച്ചും വലിയ നിലവാരത്തിലുള്ള കടം വരുത്തി വെച്ചിട്ടാണ് പഴയ സർക്കാർ പടിയിറങ്ങിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് കഴിഞ്ഞ 10-15 വർഷങ്ങളായി കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം കൈക്കൊള്ളുന്ന അല്ലെങ്കിൽ സാമ്പത്തിക രംഗം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ എന്ത് എന്നതിനെ സംബന്ധിച്ച ഒരു പുനർവായന നമ്മുടെ ധനമന്ത്രി നടത്തിയിരിക്കുന്നു. ധവളപത്രത്തിൻ്റെ രൂപത്തിൽ അത് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കപ്പെടും. അവതരിപ്പിക്കാനുള്ള അംഗീകാരം മന്ത്രിസഭ ഇന്നലെ അതിന് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ആ വാർത്ത ദേശാഭിമാനി തരുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. ജി രാജേഷ് കുമാർ എഴുതിയിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക തകർച്ചയുടെ രേഖാചിത്രം വരച്ചു കാട്ടുന്ന ധവളപത്രം വ്യാഴാഴ്ച നിയമസഭയിൽ അവതരിപ്പിക്കും. വരുമാന തകർച്ചയുടെ വ്യക്തമായ കാര്യകാരണങ്ങൾ ധനമന്ത്രി TM തോമസ് ഐസക് അവതരിപ്പിക്കുന്ന ധവളപത്രത്തിൽ ഉണ്ടാകും എന്നാണ് സൂചന. നികുതി വരുമാനം കുത്തനെ ഇടിയാനുള്ള കാരണങ്ങൾ, നികുതി പിരിവിലെ അലംഭാവങ്ങൾ, അനാവശ്യ ചെലവുകളുടെ വർധന തുടങ്ങിയവയെല്ലാം ചർച്ചയ്ക്ക് വരും. ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ മന്ത്രി നിർദ്ദേശിക്കാനാണ് സാധ്യത. അതാണ് ഈ ധവളപത്രം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ദേശാഭിമാനി അതിൻ്റെ ഒന്നാം പുറം വാർത്തയിലൂടെ നമ്മോട് പറയുന്നു. കേന്ദ്രമന്ത്രിസഭയിൽ അഴിച്ചുപണി ഉടനുണ്ടാകും എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. എന്നാൽ അതേ സംബന്ധിച്ച് ഉടൻ തന്നെ അതുണ്ടാകുമെന്ന പ്രതീക്ഷ ദീപിക എന്ന പത്രം ഒന്നാം പേജിൽ തരുന്നു. അടുത്ത ആഫ്രിക്കൻ ടൂറുണ്ട് പ്രധാനമന്ത്രിയുടെ, ആഫ്രിക്കൻ സഞ്ചാരം. ആ ആഫ്രിക്കൻ സഞ്ചാരത്തിന് തൊട്ട് മുമ്പ് ഈ കേന്ദ്രമന്ത്രിസഭ അഴിച്ചുപണി സംഭവിക്കും എന്നാണ് ദീപിക പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിനൊരു മന്ത്രിസ്ഥാനം ലഭിക്കുമോ? അതാണല്ലോ മലയാളികളുടെ ഒരു താല്പര്യം, അതറിയാനാണല്ലോ താല്പര്യം. നമുക്ക് അതറിയാൻ നോക്കാം. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന ഉടനുണ്ടായേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഫ്രിക്കൻ പര്യടനം അടുത്ത ബുധനാഴ്ച ആരംഭിക്കുന്നതിന് മുമ്പായി പുനഃസംഘടന നടക്കുമെന്നാണ് സൂചന. ഇതിനു മുന്നോടിയായി ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷായും ഇന്നലെ നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള UP, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്ന അഴിച്ചുപണിയിൽ കേരളത്തിന് പ്രാതിനിധ്യം ഉണ്ടായേക്കില്ല എന്നാണ് സൂചന. അതുകൊണ്ട് കേരളത്തിന് അത് കാതു കൂർപ്പിച്ചിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പ്രതീക്ഷകൾക്ക് ഒരു സാധ്യതയും
ഇല്ല എന്നാണ് ദീപിക ഈ വാർത്തയിലൂടെ നമ്മോട് പറയുന്നത്. ഇസ്താംബൂളിലെ ഭീകരാക്രമണത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും ദൃശ്യമാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പത്രമാധ്യമം അത് ഇപ്പോഴാണ് ഏറ്റെടുക്കുന്നത്. ചില സവിശേഷതകൾ കൊണ്ട് മാധ്യമം എന്ന പത്രം അത് ആദ്യ വാർത്തയാക്കി തരുന്നു. കാണുക, ഇസ്താംബൂൾ വിമാനത്താവളത്തിൽ ഭീകരാക്രമണം, 41 പേരാണ് മരിച്ചത്, 239 പേർക്ക് പരിക്ക്, ഋത്വിക് റോഷനും മക്കളും രക്ഷപ്പെട്ടത് തലനാരിഴയിൽ. ആ വാർത്ത ഇങ്ങനെ: തുർക്കി നഗരമായ ഇസ്താംബൂളിലെ അത്താതുർക്ക് വിമാനത്താവളത്തിൽ ചാവേർ ആക്രമണത്തിൽ 41 പേർ കൊല്ലപ്പെടുകയും 239 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച രാത്രി 10ഓടെയാണ് യൂറോപ്പിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ 3ാം സ്ഥാനത്തുള്ള ഇവിടെ ആയുധധാരികളായ ചാവേറുകൾ ആക്രമണം അഴിച്ചുവിട്ടത്. കൊല്ലപ്പെട്ടവരിൽ 23 പേർ തുർക്കി പൗരന്മാരും 13 പേർ വിദേശികളുമാണ്. ആക്രമണത്തിന് പിന്നിൽ തീവ്രവാദ സംഘടനയായ IS ആണെന്ന് കരുതുന്നതായി തുർക്കി പ്രധാനമന്ത്രി ബിൻ അലി യിൽദിരിം പറഞ്ഞു. കേരളം ഒരുപക്ഷെ പ്രാഥമിക ആവശ്യങ്ങളുടെ കാര്യത്തിൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ളൊരു സംസ്ഥാനമാണ്. ലിറ്ററസിയുടെ കാര്യത്തിൽ മാത്രമല്ല, സാക്ഷരതയുടെ കാര്യത്തിൽ മാത്രമല്ല, ആഹാരം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ സഫലീകരിക്കുന്ന കാര്യത്തിൽ കേരളം മുന്നോട്ട് വച്ചിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ വളരെയധികം സഹായകമായ ഒരു കാര്യമാണ്. വീടില്ലാത്ത, കൂടില്ലാത്ത ആളുകൾ നന്നേ കുറവാണിവിടെ. പക്ഷേ കുറവാണെങ്കിലും ദൈന്യമായി അത്തരം ജീവിതം നയിക്കുന്ന ആളുകൾ കുറവാണെങ്കിലും ഇവിടെയുണ്ട്. അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവർക്ക് വാർത്തകൾ വരുമ്പോൾ വീടൊക്കെ ഉറപ്പ് കൊടുക്കുന്ന സർക്കാരിൻ്റെ സമീപനമുണ്ട്. മിക്കവാറും പ്രധാനപ്പെട്ട ഏതെങ്കിലും നേതാവിൻ്റെ ദൃഷ്ടിയിൽ ഇത്തരം വാർത്തപ്പെട്ടാൽ അവർ അലർട്ടാവുകയും പഞ്ചായത്ത് മുതൽ സംസ്ഥാന മുഖ്യമന്ത്രി ഓഫീസ് വരെ ഇതിൻ്റെ കാര്യത്തിൽ സഹായവുമായി മുന്നോട്ട് വരികയും ചെയ്യും. സ്വകാര്യ മേഖലയിൽ നിന്നും നിക്ഷേപകർ, അതുപോലെ തന്നെ വ്യവസായികളൊക്കെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ സഹായിക്കുന്ന ചിത്രവും നാം കണ്ടിട്ടുണ്ട്. ഏതായാലും ഈ നിലയ്ക്ക് മുഖ്യമന്ത്രി മുതൽ മുഴുവൻ ആളുകളുടെയും കണ്ണു തുറപ്പിക്കേണ്ട ഒരു ദൈന്യ വാർത്ത മാതൃഭൂമി ഇന്ന് 1-ാം പുറത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. ഓടുന്ന തീവണ്ടിയിൽ രാപകൽ കഴിച്ചുകൂട്ടുന്ന വീടില്ലാത്തതുകൊണ്ട് അത്തരം ഒരു 4-അംഗ കുടുംബത്തെക്കുറിച്ച്, മലയാളി കുടുംബത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയുമോ? ആ കുടുംബം 2 കുട്ടികളും അമ്മയും അച്ഛനും അടങ്ങുന്ന കുടുംബം എല്ലാ ദിവസവും ഹരിപ്പാട് നിന്ന് ഒരുപക്ഷെ എറണാകുളം വരെയുള്ള ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും തീവണ്ടിയിൽ താണ്ടുന്നത് തീവണ്ടി യാത്ര ചെയ്യാനല്ല, മറിച്ച് തീവണ്ടിയെ വീടാക്കി മാറ്റിയിരിക്കുന്നത് കൊണ്ടാണ്. ഉള്ളുരുക്കുന്ന ആ വാർത്ത മാതൃഭൂമി 1-ാം പുറത്ത് തരുന്നു. ആ സങ്കടങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് വരാം. തീവണ്ടി വീട്ടിൽ തീ തിന്ന് ഈ കുടുംബം. വാർത്ത കെ ഷാജി തരുന്നു മാതൃഭൂമിയുടെ 1-ാം പേജിൽ. ക്ലാസ്സിൽ 1-ാം സ്ഥാനക്കാരിയായ ആർച്ചയ്ക്കും കുഞ്ഞുപെങ്ങൾ ആതിരയും ഗൃഹപാഠം ചെയ്യുന്നതും അന്തി ഉറങ്ങുന്നതും തീവണ്ടിയിലാണ്. രാവിലെ കുളിച്ചൊരുങ്ങുന്നത് തീവണ്ടിയിലെ ശൗചാലയത്തിൽ. 10 മണിയോടെ സ്കൂളിലെത്തും. വൈകിട്ട് സ്കൂൾ വിടുമ്പോൾ അമ്മ രമ്യ കാത്തു നിൽക്കും. പിന്നെ അമ്മയുടെ കൈപിടിച്ച് 5 കിലോമീറ്റർ അകലെയുള്ള ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. നടക്കാൻ ബുദ്ധിമുട്ടുള്ള അച്ഛൻ അവിടെ ഇവർക്കൊപ്പം കാത്തിരുന്ന് ചേരുകയും ചെയ്യും. വൈകുന്നേരം ഹരിപ്പാട് നിന്ന് കൊല്ലം ഭാഗത്തേക്കുള്ള തീവണ്ടിയിൽ കയറും. പിന്നീട് രാത്രി വണ്ടിയിൽ എറണാകുളത്തേക്കും 2 മണിയോടടുത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങും. പുലർച്ചെ കായംകുളത്തേക്കുള്ള തീവണ്ടിയിൽ മടക്കം. രാവിലെ 9 മണിയോടെ ഹരിപ്പാട്ട് ഇറങ്ങും. വീണ്ടും സ്കൂളിലേക്ക് എത്തും. ഈ ദിനചര്യ പുലർത്തുന്ന ഒരു കുടുംബം നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. അവരുടെ ചിത്രവും മാതൃഭൂമി നൽകിയിരിക്കുന്നു. അത് അധികാരികളുടെ കണ്ണു തുറപ്പിക്കും എന്ന് ഉറപ്പ്. അതിൻ്റെ വാർത്തയും വൈകാതെ നമുക്ക് വായിക്കാനാകും എന്നതും ഉറപ്പ്. പാർലമെൻറ്റ് സമ്മേളനം, മഴക്കാല സമ്മേളനം ജൂലൈ 18-ന് ആരംഭിക്കും. കാത്തിരിക്കുന്ന GST ബിൽ ഈ സമ്മേളനത്തിൽ പാസ്സാകും എന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. ആ വാർത്ത ഇങ്ങനെയാണ് മാധ്യമം പത്രം തരുന്നത്. പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം ജൂലൈ 18 മുതൽ ഓഗസ്റ്റ് 12 വരെ നടക്കും. ചരക്ക് സേവന നികുതി സമ്പ്രദായം GST നടപ്പാക്കുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ പാസ്സാക്കുന്നതിൽ കേന്ദ്രീകരിച്ചാണ് ഇക്കുറി സർക്കാരിൻ്റെ ചുവടുവയ്പ്. എന്നാൽ വിലക്കയറ്റം, സാമ്പത്തിക പ്രതിസന്ധി, NSD അംഗത്വം നേടാൻ കഴിയാത്തത് തുടങ്ങിയവ ചൂണ്ടിക്കാട്ടി സർക്കാരിനെ നേരിടാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം എന്നാണ് ഈ വാർത്തയിൽ മാധ്യമം പറയുന്നത്.
ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്നലെ നടന്നു. CPIയുടെ വി ശശി ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു. എല്ലാ പത്രങ്ങളും വാർത്ത തരുന്നു. ജന്മഭൂമി എന്ന പത്രം ഒന്നാം പേജിൽ ചരിത്ര വാർത്തയാക്കി ആ വാർത്ത തരുന്നത് കാണുക. ഡെപ്യൂട്ടി സ്പീക്കറായി CPI അംഗം വി ശശിയെ തിരഞ്ഞെടുത്തു. UDFിൻ്റെ IC ബാലകൃഷ്ണനെ പരാജയപ്പെടുത്തിയാണ് ചിറയൻകീഴ് MLA വി ശശി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തെത്തിയത്. ശശിക്ക് 90 വോട്ട്, IC ബാലകൃഷ്ണന് 45 വോട്ട്. ഇങ്ങനെയാണ് അവർക്ക് ലഭിച്ച വോട്ടുകളുടെ ക്രമം. നമുക്കറിയാം, കടയിൽ പോകുന്നതിനൊരു സമയമുണ്ട്. സാധാരണഗതിയിൽ 9 മണിക്കൊക്കെ കട പൂട്ടും. ഏത് കടയാണെങ്കിലും 10 മണിക്ക് മേൽ ഉണ്ടാകില്ല. അങ്ങനെ പെട്ടെന്ന് കടയിൽ പോയി തിരിച്ചു വരേണ്ടി വരും. എന്നാൽ ഇനി പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഏത് പച്ചപ്പാതിരയ്ക്കും കൊച്ചു വെളുപ്പാൻ കാലത്തും കണ്ണുമിഴിച്ചിരിക്കുന്ന മാളുകൾ ഉണ്ടാകും. അതിനുവേണ്ട നിയമനിർമ്മാണം കേന്ദ്രം പാസാക്കി കഴിഞ്ഞിരിക്കുന്നു. കണ്ണുമിഴിച്ചിരിക്കുന്ന മാളുകളെ സംബന്ധിച്ച് രാവെന്നും പകലെന്നും ഇല്ലാതെ കണ്ണു തുറന്നിരിക്കുന്ന മാളുകൾ വിദേശ രാജ്യങ്ങളിലുണ്ട്. അത് ഇവിടേക്കും വരുന്നു. ആ വാർത്ത സിറാജ് ദേശീയം പേജിൽ തരുന്നു കാണുക. ഷോപ്പുകളും മാളുകളും ഇനി മുഴുവൻ സമയവും പ്രവർത്തിക്കും. സമയക്രമീകരണം പാലിച്ച് പ്രവർത്തിക്കാൻ കേന്ദ്രാനുമതി. രാജ്യത്തെ ഷോപ്പുകൾ, മാളുകൾ, സിനിമാ തിയേറ്ററുകൾ, മറ്റു സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് വർഷം മുഴുവൻ പ്രവർത്തിക്കാൻ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. സമയക്രമീകരണം പാലിച്ച് 365 ദിവസവും പ്രവർത്തിക്കുന്നതിനുള്ള അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ പേർക്ക് തൊഴിൽ ലഭിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നും കേന്ദ്രം പറഞ്ഞിരിക്കുന്നു. മുസ്ലിങ്ങൾ 3 തവണ മൊഴി പറഞ്ഞാൽ വിവാഹമോചനമായി. എന്നാൽ ഇത്തരത്തിൽ വിവാഹമോചനം നേടുന്നത് ഭരണഘടനയ്ക്ക് അനുകൂലമാണോ? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഈ ശൈലി അതേ സംബന്ധിച്ച് പരിശോധിക്കണം എന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. അതേ സംബന്ധിച്ച വാർത്ത സിറാജ് എന്ന പത്രം തരുന്നു. ഹർജി അടുത്ത മാസം 6 പരിഗണിക്കും. മുത്തലാഖ് അവകാശ ലംഘനമാണോ എന്ന് പരിശോധിക്കും. 3 തവണ മൊഴി ചൊല്ലിയാൽ വിവാഹമോചനം നേടി എന്ന് പറയുമ്പോൾ മൊഴി ചൊല്ലപ്പെടുന്ന സ്ത്രീക്കും ഒരു ഭരണഘടനാ അവകാശമുണ്ട്. ആ ഇന്ത്യൻ ഭരണഘടനാ അവകാശം ഈ കാര്യത്തിൽ ലംഘിക്കപ്പെടുന്നുവോ എന്ന പരിശോധന ഗൗരവതരമായ പ്രത്യാഘാതം ഉളവാക്കുന്ന ഒരു പരിശോധനയാണ്. ആ സമുദായത്തെ തന്നെ ജനാധിപത്യവൽക്കരിക്കുന്നതിൻ്റെയും ആ സമുദായത്തിലെ സ്ത്രീകളെ ജനാധിപത്യവൽക്കരണത്തിലേക്ക് കൈ ചേർത്ത് പിടിക്കുന്നതിൻ്റെയും ഒക്കെ ഒരു രാഷ്ട്രീയം ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്കത് പരിശോധിക്കാം. മുത്തലാഖ് മൗലികാവകാശത്തിൻ്റെ ലംഘനമാണോ എന്ന് പരിശോധിക്കുമെന്ന് സുപ്രീം കോടതി. ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം വിവാഹമോചനത്തിനായി 3 തവണ തലാഖ് ചൊല്ലുന്ന മുത്തലാഖ് സമ്പ്രദായം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട ഹർജിയിൽ സുപ്രീം കോടതി വിശദമായ വാദം കേൾക്കുന്നതിനിടെയാണ് ഈ സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്താൻ തീരുമാനിച്ചത് എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു. ഹൈദരാബാദിൽ 11 IS അംഗങ്ങൾ, ഇസ്താംബൂളിൽ ബോംബാക്രമണമൊക്കെ നടത്തിയ IS അംഗങ്ങളുണ്ടല്ലോ, ഭീകരവാദാക്രമണം നടത്തിയ അവരിൽ ആ സംഘടനയിൽ പെട്ടു എന്ന് കരുതുന്ന 11 IS അംഗങ്ങൾ ഇന്ത്യയിൽ ഹൈദരാബാദിൽ പിടിയിലായി. ആ വാർത്ത പൊതുവൃത്താന്തം പേജിൽ മംഗളം തരുന്നു കാണുക. IS ബന്ധം സംശയിക്കുന്ന ഭീകര സംഘം ഹൈദരാബാദിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പിടിയിൽ. ഇവരിൽ 5 പേരെ അറസ്റ്റ് ചെയ്തതായി INA അറിയിച്ചു. 6 പേർ കസ്റ്റഡിയിലുണ്ട്. ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കാവുന്ന രാസവസ്തുക്കൾ തുടങ്ങിയവ പിടിച്ചെടുത്തു എന്നും ഒക്കെ ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ മുഖപ്രസംഗങ്ങൾ. UP അടക്കമുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. BJPക്ക് ഈ തെരഞ്ഞെടുപ്പുകൾ ജയിച്ചു കയറിയേ തീരൂ. കാരണം അപ്രകാരം കയറിയില്ലെങ്കിൽ സാക്ഷാൽ നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയ്ക്ക് അത് മംഗലേൽപ്പിക്കും. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുന്ന, ബെറ്റ് ചെയ്യാൻ കഴിയുന്ന നേതാവ് എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രസക്തി ദില്ലിയിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലും ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പിലുമൊക്കെ പൊളിഞ്ഞ് പാളീഷായി കിടക്കുകയാണ്. ഒരിക്കൽ കൂടി അത്തരമൊരു പ്രഹരം താങ്ങാനുള്ള കഴിവ് BJPക്കോ അവരുടെ മുന്നണിക്കോ ഇല്ലാത്തതുകൊണ്ട് എപ്രകാരമാണ് UP കടന്നു കയറാൻ പോകുന്നത്? UP തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് BJP സ്ഥിരം പയറ്റിന് തയ്യാറാകുന്നു. BJPയുടെ സ്ഥിരം രാഷ്ട്രീയ പയറ്റ് മതസംഘർഷമുണ്ടാക്കുക എന്നതാണ്. മതസംഘർഷമുണ്ടാക്കി ഭൂരിപക്ഷ വർഗീയതയെ താലോലിച്ച് അവരുടെ പിന്തുണയോടെ അധികാരത്തിൽ കയറുക എന്ന് സ്ഥിരം പയറ്റുന്ന തന്ത്രം അവിടെയും നടത്താൻ പോകുന്നു.
ദേശാഭിമാനിയാണ് നിരീക്ഷിക്കുന്നത്. അതിനെ മുൻനിർത്തി ദേശാഭിമാനി ഒരു മുഖപ്രസംഗം എഴുതിയിരിക്കുന്നു. UP-യിലെ സംഘപരിവാര അജണ്ട. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശിൽ വർഗീയ സംഘർഷം സൃഷ്ടിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള നീക്കങ്ങൾ സംഘപരിവാർ ശക്തിപ്പെടുത്തുകയാണെന്ന വാർത്ത ആശങ്കയുണർത്തുന്നതാണ്. കള്ളം മെനഞ്ഞ് വർഗീയ കലാപങ്ങൾ ആസൂത്രണം ചെയ്യാൻ സംഘപരിവാർ സംഘടനകളും നേതാക്കളും ശ്രമിക്കുകയാണെന്ന വാർത്തയാണ് ഏറ്റവും അവസാനം പുറത്തു വന്നത്. വരും ദിവസങ്ങളിൽ വർഗീയ സംഘർഷം സൃഷ്ടിക്കാൻ തയ്യാറാണ് എന്ന വിശ്വ ഹിന്ദു പരിഷത്തുമായി ബന്ധമുള്ള ഹിന്ദു സ്വാഭിമാൻ സംഘടനയുടെ നേതാവ് പർമീന്ദർ ആര്യയുടെ സംഭാഷണം ഒളിക്യാമറയിൽ പകർത്തി ഇന്ത്യ ടുഡേ ടെലിവിഷൻ പുറത്തുവിട്ടു. ശ്രീരാമനെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുന്നിടത്ത് വർഗീയ സംഘർഷം സൃഷ്ടിക്കാൻ ആണ് നീക്കമെന്നും ആര്യ പറയുന്നു. IS-നെ നേരിടാനെന്ന പേരിൽ സായുധ പരിശീലനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആര്യയുടെ നീക്കം ഒറ്റപ്പെട്ടതാണ് എന്ന് കരുതാൻ ആകില്ല എന്ന് ദേശാഭിമാനി പറയുന്നു. ഭിന്നിപ്പിച്ച് ഭരിക്കുകയെന്ന ബ്രിട്ടീഷ് തന്ത്രവുമായി രംഗത്തിറങ്ങിയ BJP-യും കൂട്ടരും ജനങ്ങളെ ഭയത്തിൻ്റെ കരിനിഴലിൽ നിർത്തി ലക്നൌവിലെ മന്ത്രി കസേരയിലെത്താനുള്ള നെട്ടോട്ടത്തിലാണ്. മതനിരപേക്ഷ ശക്തികളുടെ ജാഗ്രതയോടെയുള്ള ഇടപെടൽ ആവശ്യപ്പെടുന്നുണ്ട് ഈ സംഭവ വികാസങ്ങൾ എന്നും ഈ പ്രസംഗത്തിൽ ദേശാഭിമാനി പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. തിരുവനന്തപുരം നഗരത്തിൽ ഇടയ്ക്കിടെ പൈപ്പുകൾ പൊട്ടിക്കൊണ്ടേയിരിക്കും. പൈപ്പുകൾ പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ജലവിതരണം സ്തംഭിക്കും. പെട്ടെന്ന് തന്നെ ഇതൊക്കെ നന്നാക്കും. ഇത് ഒരു പ്രത്യേക രീതിയിലുള്ള കച്ചവടമാണ് എന്ന നിലയ്ക്കുള്ള വാർത്തകൾ പത്രങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ ചിത്രം ഒന്ന് കാണാം. ഇത് ഇന്നലെ തിരുവനന്തപുരം വഴയിലയിൽ ഈ ചിത്രം രണ്ടാമത്തെ വഴയിലയിൽ നടന്ന പൈപ്പ് പൊട്ടിയതിൻ്റെ ദൃശ്യമാണ്. പൈപ്പ് പൊട്ടിയാൽ ആളുകൾ കൂടും. അങ്ങനെ കൂടുമ്പോൾ അങ്ങനെ ഓടിക്കൂടിയ ആളുകളിൽ ഒരാൾ ഏതായാലും വെള്ളമൊഴുകുന്നുണ്ട്, അവിടെ തൻ്റെ പശുവിനെ കുളിപ്പിച്ച് കളയാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പശുവിനെ കുളിപ്പിച്ച് പ്രതിഷേധമറിയിക്കുന്ന നാട്ടുകാരൻ്റെ പ്രതിഷേധ ചിത്രം മാതൃഭൂമി നഗരം പേജിൽ തരുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.